തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയായ എടൂർ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ വികാരിയാണ് ഞാൻ. എൻ്റെ പേര് ഫാദർ തോമസ് വടക്കേ മുറിയിൽ. ഞാൻ കഴിഞ്ഞ 2.5 വർഷമായി ഈ ഇടവകയിൽ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നു. 70 കുടുംബ യൂണിറ്റുകളിലായി 1500-ലധികം ഭവനങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഈ ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമാണ്, വലിയ സ്വത്താണ്. അതുപോലെ തന്നെ ഈ ഇടവകയിൽ നിന്നും ഏകദേശം 100ഓളം വൈദികരും 300ഓളം സന്യാസിനികളും ദൈവവിളി സ്വീകരിച്ച് നമുക്ക് ഈ പ്രദേശത്തിന് തന്നെ, ഈ സഭയ്ക്ക് തന്നെ, കത്തോലിക്കാ സഭയ്ക്ക് തന്നെ അനുഗ്രഹമായിട്ട് ഇന്ന് ലോകത്തിൻ്റെ, ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതും അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. നഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികാസ് ഭവൻ പോലെയുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സ്നേഹഭവൻ പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഈ ഇടവക ഈ ദൈവജനത്തെ എല്ലാവരെയും സഹായിച്ചുകൊണ്ട്, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഒറ്റ കുടുംബമായിട്ട് കഴിയുന്നു. തീർച്ചയായിട്ടും 1946-കളിലാണ് ഇവിടെ ഇടവക സ്ഥാപിതമാകുന്നത്. ഈ ഇടവക ആഴമായ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വലിയ സമർപ്പിത സമൂഹമാണ്. ഈ സമൂഹത്തിന് 1970-കളിൽ ഒരു മനോഹരമായ ഇന്നത്തെ ദേവാലയം നിർമ്മിക്കുകയും അതിലേക്ക് ധാരാളം ഈ ദേശവാസികളെ മുഴുവൻ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു മരിയം തീർത്ഥാടന കേന്ദ്രമായിട്ട് അവർ കരുതിക്കൊണ്ട് അതിനെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അനേകം കൃപാവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അനേകം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടവക സമൂഹം, ഒരു ദേശമാണിത്. ഇത് തീർച്ചയായിട്ടും ഇത് ആർക്കി എപ്പിസ്കോപ്പൽ ഇടവക മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ തലശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രവും മലബാറിന് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലെ ആദ്യത്തെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രവുമായിട്ട് തീർന്നിരിക്കുകയാണ്. അതിൽ തീർച്ചയായിട്ടും ഇടവക സമൂഹത്തോടൊപ്പം ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ മക്കളോടൊപ്പം ഞാനും ഈ ഇടവക സമൂഹവുമൊക്കെ ഒത്തിരി സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കറിയാവുന്നതുപോലെ ഈ ഇടവകയിൽ 1500ഓളം കുടുംബങ്ങൾ 70 വാർഡുകളിലായിട്ട് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹദായകമായിട്ടുള്ള ഒരു ഇടവകയാണ്. ഈ ജനത്തിൻ്റെ വിശ്വാസവും, ഈ ജനത്തിൻ്റെ വിശ്വാസത്തോടൊപ്പം ഈ ദേശങ്ങളിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള മറ്റ് ആളുകളുടെ വിശ്വാസവുമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ഇവരിലൂടെ എത്രമാത്രം വലിയ അനുഗ്രഹമാണ് നൽകുന്നത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അമ്മയുടെ അടുക്കൽ വന്നാൽ, അമ്മയോട് പറഞ്ഞാൽ, അമ്മയോട് പ്രാർത്ഥിച്ചാൽ, അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ അത് സാധ്യതമായിരിക്കും എന്നുള്ള ഒരു വലിയ ഉറപ്പ് ഈ സമൂഹത്തിന്, ഈ ദേശത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. ഇടവക സമൂഹവും ആഴമായ വിശ്വാസത്താൽ ഉറപ്പിക്കപ്പെട്ടവരും ആഴമായ വിശ്വാസ തീക്ഷ്ണതയാൽ ആ ജീവിതത്തെ, അവരുടെ ജീവിതത്തെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ് എന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഏതായാലും അഭിവന്യ പിതാവ് പറഞ്ഞതിൻ പ്രകാരം, ഡിക്രിയിൽ കുറിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാരം ഈ ദേവാലയത്തിലേക്ക് വിശ്വാസത്തോടുകൂടെ, ഭക്തിയോടുകൂടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക്, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സ്വീകരിക്കുന്നവർക്ക്, പാവങ്ങളെ സഹായിക്കുവാനുള്ള അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തന മനോഭാവത്തോടുകൂടി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക്,
പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കും. ഈ ദേവാലയത്തെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയർത്തപ്പെടുവാൻ ഒരു കാരണം, കുടിയേറ്റത്തിൻ്റെ ആരംഭം മുതൽ ഈ പ്രദേശത്തെ ജനങ്ങൾ മാതാവിൻ്റെ ഭക്തരാണ്, മാതാവിൽ അടിയുറച്ച വിശ്വാസമുള്ളവരാണ്. ആ പൈതൃകം അവരിലൂടെ, അവരുടെ മക്കളിലൂടെ, മക്കളുടെ മക്കളിലൂടെയൊക്കെ ഇന്നും പകർന്നുകൊണ്ടിരിക്കുകയും ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നവരാണ്. അപ്പോൾ ധാരാളമായിട്ടുള്ള മരിയൻ ഭക്തർ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം, അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരും ഈ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളത് ഈ അതിരൂപതയുടെ ചരിത്രത്തിൽ തന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ളതാണ്. ഇതുപോലെ വിശ്വാസ പാരമ്പര്യമുള്ള, ഇതുപോലെ മരിയൻ ഭക്തരായിട്ടുള്ള ഒരു സമൂഹത്തെ ഒരുപക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ ഇത്രമാത്രം തീക്ഷ്ണതയോടുകൂടി കണ്ടെത്തുവാനായിട്ട് സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇവരുടെയൊക്കെ നിരന്തരമായ പ്രാർത്ഥന, ഇവരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ആഗ്രഹം, അതാണ് ഈ മരിയൻ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സാധ്യതമാകുന്നത്. അതിൽ ഈ പ്രദേശവാസികളും ഞങ്ങളും എല്ലാവരും അത്യന്തം ആഹ്ലാദത്തിലാണ്. 6-ാം തീയതി നടത്തപ്പെടുന്ന ഈ മരിയൻ തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനത്തിൽ അതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ഈ ഇടവക സമൂഹം ഒറ്റക്കെട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിവന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അഭിവന്യ പിതാവ് അതിന് നേതൃത്വം കൊടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ അതോടനുബന്ധിച്ച് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന മരിയൻ നൈറ്റ്, അതുപോലെ തന്നെ വിശുദ്ധ ബലി അർപ്പണം, ഈ വിശുദ്ധ ബലി അർപ്പണത്തിനും മരിയൻ നൈറ്റിനും ശേഷം ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകൾ നടന്ന് കാൽനടയായിട്ട് തീർത്ഥാടനമായിട്ട് ചെമ്പേരി ബസിലിക്കായിലേക്ക് പോവുകയും അവിടെയുള്ള പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ അഭിവന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ, വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് അമലോത്ഭവ മാതാവിന് ഈ രൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ പുണ്യം നിറഞ്ഞ ദിവസങ്ങളും മണിക്കൂറുകളുമാണ് ഇനിയുള്ള കടന്നു വരാൻ പോകുന്ന ദിവസങ്ങൾ. ആ ഒരു വലിയ ദണ്ഡവിമോചന പ്രാപ്തിയിലേക്ക്, ആ വലിയ ഒരു ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാനും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഈ ദേവാലയം സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി തമ്പുരാനിൽ നിന്നും കൃപകൾ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.